സെറ്റ് മുണ്ട് ഡ്രേപ്പിംഗ് വീഡിയോയും സാരി ഡ്രേപ്പിംഗ് വീഡിയോയും ഒക്കെ ചെയ്തപ്പോൾ ദാവണി ഡ്രേപ്പിംഗ് കൂടെ കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ദാവണി എന്ന് പറയുമ്പോൾ 3 പീസാണ് അതിൽ വരുന്നത്. ഒന്ന് നമുക്ക് പാവാടയായിട്ടും പിന്നെ ഒന്ന് ബ്ലൗസും അതുപോലെ നമുക്ക് ദാവണിയായിട്ട് എടുക്കാനുള്ള ഒരു മെറ്റീരിയലും, അങ്ങനെ 3 പീസാണ് നമുക്ക് വരുന്നത്. മിക്കവാറും അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സെമി സ്റ്റിച്ചഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബ്ലൗസ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള ഡിസൈനിൽ തയ്പ്പിച്ചെടുക്കാം. ഞാനിത് പ്രിൻസസ് കട്ട് വിത്ത് ബാക്ക് ഓപ്പണാണ് ചെയ്തിട്ടുള്ളത്. പാവാടയും അതുപോലെ ബ്ലൗസും നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് ദാവണി ഉടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ദാവണി ഉടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കറിയാം സാരി ഉടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ബാക്കിലേക്ക് എത്രമാത്രം ഇറക്കം വേണോ അത് നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ദാവണി ഇല്ലാതെ പാവാടയും ബ്ലൗസും മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടിട്ട് ഇപ്പോൾ വൺ സൈഡിൽ മാത്രം നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ട് ഈ ദാവണി വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബോർഡർ കാണുന്ന രീതിയിൽ 1-2 പ്ലീറ്റ്സ് എടുത്ത് പിൻ ചെയ്ത് കൊടുത്ത് നമുക്ക് കയ്യിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്താൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ നല്ലതാണ്. അതല്ലെങ്കിൽ നമ്മൾ ചുരിദാറിനൊക്കെ വൺ സൈഡ് ഷോൾ ഇടുന്നത് പോലെ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് കൊടുത്തിട്ട് ഷോൾഡർ ഭാഗത്തായിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടാണെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഷിഫോൺ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ ഒതുങ്ങി കിടക്കും. ഈ ഒരു മെറ്റീരിയലാകുമ്പോൾ നമ്മൾ നന്നായിട്ട് ഒതുക്കി പ്ലീറ്റ്സ് എടുത്ത് കൊടുത്തിട്ട് വേണം പിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ടാലും നല്ലൊരു ഓപ്ഷനായിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദാവണിയായിട്ട് തന്നെ ഉടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ആ ഒരു സൈഡ് നമുക്ക് ഇതുപോലെ കൊണ്ടുവന്നൊന്ന് ചുറ്റി കൊണ്ടുവന്നിട്ട് ഈ ഒരു വയറിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഒരു സേഫ്റ്റി പിൻ കൊണ്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ഒരു പാവാടയിലേക്ക് നമുക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി. ആ ഒരു ഭാഗം ടക്കിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഫ്രണ്ടിൽ വരുന്ന പ്ലീറ്റ്സ് എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് പ്ലീറ്റ്സ് വേണ്ടത് അത് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഷോൾഡറിൽ ബ്ലൗസിൽ നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ദാവണി കൊടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ടിരിക്കാനായിട്ട് 2 കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിൽ ആദ്യത്തെ ഭാഗം വരെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്ന ഭാഗം ഇതുപോലെ ഒരു എ പോലത്തെ ഒരു ഷേപ്പിൽ വരണം. നമ്മൾ ആ ഒരു സൈഡിൽ നമ്മൾ ടക്കിൻ ചെയ്ത് വെച്ച ഭാഗവും നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് പ്ലീറ്റ്സ് എടുത്ത് കുത്തിയ ഭാഗവും അങ്ങനെ നമുക്കൊരു എ പോലത്തെ ഒരു ഷേപ്പിൽ നമുക്കവിടെ കിട്ടണം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ ചുറ്റി കൊണ്ടുവരുന്ന ഭാഗത്ത് നമ്മുടെ ഈ ബാക്കിൽ ഈ ഒരു ഭാഗത്തായിട്ടൊരു വി പോലത്തെ ഒരു ഷേപ്പിലായിരിക്കണം നമുക്ക് ആ ഒരു ഭാഗം കിടക്കേണ്ടത്. കറക്റ്റ് ചെയ്ത് ബാക്കിലായിട്ട് വരുന്നതാണ് എപ്പോഴും ദാവണി ഉടുക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ സെറ്റും മുണ്ട് ഉടുക്കുമ്പോഴാണെങ്കിലും ഭംഗിയായിട്ട് കിട്ടുന്നത്. ഈ 2 കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ദാവണി ഉടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് വരുന്നൊരു കാര്യം, ഫ്രണ്ടിലായിട്ട് ഈ ഒരു പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സൈഡ് മറഞ്ഞു കിടക്കുന്നതിനായിട്ട് നമുക്ക് ഈ ഏറ്റവും പുറമേ വരുന്ന ആ ഒരു ഞുറു വരുന്ന ഭാഗം നമ്മൾ എടുത്ത് മാറ്റിയിട്ട് അതിന് രണ്ടാമത്തെ ഞുറു വരുന്ന ഭാഗം നമ്മുടെ ആ ഒരു ബ്രസ്റ്റിൻ്റെ സൈഡിലായിട്ട്, അതായത് ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് പിൻ ചെയ്ത് കൊടുത്താൽ, ബ്ലൗസിനോട് ചേർത്ത് പിൻ ചെയ്ത് കൊടുത്താൽ ആ പുറമേ വരുന്ന പ്ലീറ്റ്സ് നിൽക്കുന്നതുകൊണ്ട് തന്നെ പിൻ ചെയ്തതും കാണാതിരിക്കും. അതുപോലെ നമ്മൾ സൈഡ് ഇപ്പോൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ മാറിയാലും ആ ഒരു സൈഡ് കവറായിട്ട് കിടക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് ദാവണി വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഞുറു എല്ലാം മുകളിലായിട്ട് വന്ന് ചുരുണ്ട് കൂടി നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. അതിന് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ആ ഒരു പ്ലീറ്റ്സ് വരുന്ന ഭാഗം നോക്കിയിട്ട് ഇതുപോലെ താഴേക്കൊന്ന് വലിച്ച് വെച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ ഇരുന്നിട്ടൊക്കെ എഴുന്നേൽക്കുമ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോഴും നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ഈ ഒരു പ്രശ്നം സോൾവായി കിട്ടും. എന്നാലും ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രശ്നമായിട്ട് ഇങ്ങനെ പല ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. ഇനി ഈ ദാവണിയുടെ തുമ്പ് ഭാഗം വരുന്നത് നമുക്ക് വേണമെങ്കിൽ പ്ലീറ്റ്സ് എല്ലാം ഒന്നിച്ച് വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. അതല്ല എന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഇടാം. ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്തോ പോസ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കിതുപോലെ അഴിച്ചിട്ട് കൊടുക്കാം. ഇനി പിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ ഷോൾഡറിൽ പിൻ ചെയ്തിട്ടുള്ള ലെവൽ നോക്കിയിട്ട് താഴേക്ക് ഒന്നിച്ച് ആ ഒരു തുമ്പ് ഭാഗം വരുന്നത് പിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമ്മൾ പാവാട എടുക്കുന്ന സമയത്ത് അകത്തായിട്ട് നമുക്കൊരു അണ്ടർസ്കേർട്ട് ഇട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല പ്ലീറ്റ്സ് ഉള്ള ഒരു പാവാടയായിട്ട് ഇട്ട് കൊടുക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ഈ സ്കേർട്ട് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ക്രേപ്പ് മെറ്റീരിയൽ വാങ്ങിയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതിയാവും. കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് ഇപ്പം ലെഹങ്കയോ അല്ലെങ്കിൽ ധാവണിയോ ഒക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻ സ്കേർട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഇതിനുള്ളിലായിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് നിൽക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ക്യാൻ്റെ മെറ്റീരിയൽ കിട്ടും. അത് വാങ്ങിച്ചിട്ട് നമുക്ക് ഈ ധാവണിയോട് കൂടി അറ്റാച്ച് ചെയ്തെടുത്താൽ മതി. ഇതുവരെ ധാവണി ഉടുത്ത് നോക്കിയിട്ടില്ലാത്തവനാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ടിപ്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഉടുത്ത് നോക്കൂ.